നല്ലൊരു എക്സ്പീരിയൻസ്. 200 ഏക്കറിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു 200 ഏക്കർ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആമ്പൽപ്പാടത്തിലാണ് ഞങ്ങളിപ്പോ നമ്മളിപ്പം കൊല്ലാടുള്ള, അതായത് കൊല്ലാട് കിഴക്കൂറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ആമ്പല് വിരിയുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ കാഴ്ചകളിലേക്ക് പോവാണ്. റോഡൊക്കെ ഇച്ചിരി മോശമാണ്, ഇച്ചിരി ഉള്ളിലോട്ട് കയറിയ ഒരു സ്ഥലമാണ് കേട്ടോ. ഉള്ളിലോട്ട് കയറിയ ഒരു സ്ഥലമാണ്. റോഡിനൊക്കെ തീരെ വീതി കുറവൊക്കെയാണ്. ഓപ്പോസിറ്റ് ഒരു വണ്ടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ചെറിയ റോഡാണ്. അപ്പൊ ഇത് നമ്മുടെ മെയിൻ റോഡിൽ നിന്ന്, കൊല്ലാടെന്ന് പറയുന്ന ടൗണിൽ നിന്ന് ഇച്ചിരി ഉള്ളോട്ട് കയറിയാണ്. അപ്പം ചെറിയ പോക്കറ്റ് റോഡൊക്കെയാണ്. ഒരുപാട് ചോദിച്ചാണ് നമ്മളിവിടെ വന്നത് തന്നെ. മച്ചാമാരെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഏക്കർ കണക്കിന് പാർത്ത് ആമ്പല് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഇത് കണ്ടോ, അതേ ഫോണിൽ തന്നെ അതുകൊണ്ട് ആ ഒരു കാഴ്ച കണ്ടോ, അതേ കണ്ടതേ ആ ഒരു കാഴ്ച കണ്ടോ കേട്ടോ. ആ പാടം നിറച്ചാമ്പലാണ് കണ്ടോ. അടിപൊളി കേട്ടോ, അടിപൊളി. നമ്മളാ കാഴ്ചയിലേക്കാണ് പോകുന്നത് കേട്ടോ മച്ചമാരെ, കാഴ്ചയിലേക്കാണ് പോകുന്നത്. അടിപൊളി ഉണ്ടോ, അത് ദൂരെ നോക്കിയാൽ കാണാൻ പറ്റും. ഒരുപാട് ആളുകളുണ്ടെന്ന് തോന്നട്ടെ. വണ്ടികളൊക്കെ ഒരുപാട് കിടപ്പുണ്ട്. ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് കേട്ടോ മച്ചാന്മാര്, ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. ഇവിടെ എവിടെയെങ്കിലും വണ്ടി ഒതുക്കിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ഗൈസ്, നമ്മളങ്ങനെ എത്തിച്ചേർന്നിരിക്കുകയാണ് കൊല്ലാടുള്ള നമ്മുടെ ഈ അമ്പൽപ്പാടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് കേട്ടാ. ഇവിടെ നിങ്ങൾ മിസ് ചെയ്യാതെ വരണം കേട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്, അടിപൊളിയാണ്. ഏക്കർ കണക്കിന് കേട്ടാ, ഏക്കർ കണക്കിനാണ് ആമ്പലിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത്. ഇപ്പൊ ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് വീഡിയോയുടെ അവസാനം ഒന്നുകൂടെ പറയുന്നതായിരിക്കും. ബ്യൂട്ടിഫുൾ ആകട്ടെ, നല്ല രസമാണ്. മസ്റ്റ് വിസിറ്റ് പ്ലേസ്. നല്ല ഒത്തിരി ഏക്കേഴ്സ് ആൻഡ് ഏക്കേഴ്സ് ഓഫ് പ്ലോട്ടസ് ഉണ്ട്. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസാ. ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്? എന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് ടസ. എവിടാണ്? ഞങ്ങൾ പേരൂര്. നാട്ടിലുണ്ടോ അതോ? ഞങ്ങൾ പുറത്താ, പക്ഷെ വെക്കേഷൻ വന്ന. വെക്കേഷൻ വന്ന. അപ്പൊ ഈ വെക്കേഷൻ ഈ അമ്പൽപ്പാടത്തിനോടൊപ്പം അടിപൊളിയാക്കിയല്ലേ? അമേസിംഗ്. നല്ലൊരു എക്സ്പീരിയൻസ്. എന്റെ അമ്മയും കൊച്ചും ഉണ്ട്. എന്നാ തിരിച്ചു പോന്നേ? ഞങ്ങൾ 21st. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ടൈം. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഈ ഒരു സ്ഥലം ഏതായിരുന്നു ചേട്ടാ? കൊല്ലാട് കിഴക്കൂറ. കൊല്ലാട് കിഴക്കൂറ. ചേട്ടൻ പറയുമ്പോൾ അതിന്റെ സ്പിരിറ്റ് മനസ്സിലാകുന്നത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ ആമ്പൽ ഭംഗി ആസ്വദിക്കാൻ പോലെ. ശരി ശരി. എവിടെ ചേട്ടാ ഇരിക്കണ്ടേ? അവിടെ ഇരിക്കണം. ഇവിടെ ഇരിക്കണം. തിരിഞ്ഞിരിക്കണം. ശരി ശരി. ചേട്ടനാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ചേട്ടൻ പറയുന്ന പോലെ നമ്മൾ കേൾക്കണം ചേട്ടാ. കൊല്ലാടിന്റെ ആമ്പലിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പോവാണ് അല്ലേട്ടാ. അതായത് ഇവിടെ എത്ര വർഷമായിട്ട് ഈ ഒരു ആമ്പൽ വസന്തം തുടങ്ങിയിട്ട്? ഇവിടെ കഴിഞ്ഞ 5 വർഷമായിട്ടുണ്ട്. 4 വർഷമൊക്കെ വളരെ കുറവായിരുന്നു. 4 വർഷത്തെക്കാളും കൂടുതൽ ഈ വർഷമാണ് ഏറ്റവും കൂടുതലായിട്ട് ആമ്പലുള്ളത്. അത് തന്നെയല്ല, കോട്ടയം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആമ്പൽ ഉള്ളതും ആമ്പലിന്റെ അതിമനോഹരമായ കാഴ്ച കാണാനായിട്ട് കൊല്ലാട് കിഴക്കൂറ. പക്ഷെ പേരും പ്രശസ്തിയും ഒക്കെ മറ്റ് സ്ഥലങ്ങൾക്കാണ് അല്ലേ? ഞാനും ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥലത്ത് വന്നെത്തുമ്പോൾ തന്നെ ഇച്ചിരി ഒരു ഇടുങ്ങിയ റോഡും അല്ലേ, ഇച്ചിരി ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച കാണാൻ പറ്റും. സീസൺ ഇപ്പോൾ ഒരു ജൂലൈ ആദ്യമാണ് തുടങ്ങിയത്. പക്ഷെ നമ്മളൊക്കെ അറിഞ്ഞു തുടങ്ങി ഇപ്പോഴാണ് കേട്ടോ. അത് മീഡിയക്കാര് എല്ലാം വന്ന് ഇടാറുണ്ട്. ചേട്ടൻ ഒരു സെലിബ്രിറ്റി ചാനലുകളിലെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. ചേട്ടനെ വളരെ ബുദ്ധിമുട്ടിയാണ് ചേട്ടന്റെ ഒരു ഡേറ്റ് എടുത്തത് അല്ലേ ചേട്ടാ? എല്ലാരും വിളിച്ചിട്ടാ വരുന്നത്. അപകടരഹിതമായിട്ട് കൊണ്ടുപോകണമെങ്കിൽ മറ്റു പലരും ഒക്കെ ശ്രമിച്ചു നോക്കി. പക്ഷെ വളരെ അപകടം ഉണ്ടായതുകൊണ്ട് അവരൊന്നും ഇതിന് തയ്യാറാകത്തില്ല. കാരണം ഇവ അപകടം ഉണ്ടാകുന്ന മേഖലകളൊക്കെ വളരെ കൃത്യമായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് അവിടേക്കൊന്നും പോകാത്ത രീതിയിൽ വളരെ സുരക്ഷിതമായിട്ട് തന്നെ ഈ കാഴ്ചക്കാരെല്ലാം കൊണ്ട് കാണിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരും. സേഫായിട്ട് തിരിച്ചു കൊണ്ടുവരും. 5 വർഷമായിട്ട് ഇതുവരെ ഒരു അപകടവും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇല്ലില്ല. ചേട്ടാ ഇത് ഏകദേശം ഉണ്ടാകത്തില്ലെന്നാണ് എന്റെ വിശ്വാസം. ഇത് എന്തോ ആഴമുണ്ട് ചേട്ടാ ഇവിടെ? ഇവിടെ ഒരു 5, ഇപ്പം വെള്ളം കുറഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഒരു 5-6 അടി
താഴ്ചയുണ്ട്. 6 അടി താഴ്ചയുണ്ട്. ആ താഴ്ചയിൽ കൂടെയാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങനെ പോകുന്നത്. പിന്നെ ചേട്ടാ അതുപോലെ തന്നെ ചേട്ടൻ എത്ര നാളായിട്ട് ഈ ഒരു തുഴച്ചിലിന്റെ ഞാനിത് അമ്പലം തുടങ്ങിയപ്പം തൊട്ട് ഞാനാ ഇവരെല്ലാരെയും കൊണ്ട് കാണിക്കുന്നത്. ജനിച്ചു വളർന്ന സ്ഥലം അല്ലേ? അതെ. ഇനി ഓരോ ദിവസം ചെല്ലും തോറും വളരെ പൂ കൂടുതലേ കാണുകയുള്ളൂ. കുറയത്തില്ല കൂടിക്കൊണ്ടേയിരിക്കും അല്ലേ? നിങ്ങൾക്ക് കാണാൻ കഴിയുമല്ലോ ആ ഈ വള്ളിപ്പടർപ്പുകൾ തിക്കായിട്ട് നിൽക്കുക. അതൊക്കെ ഇനിയും പൂ ഉണ്ടാകാനുള്ള മൊട്ടുകളൊക്കെ ഒരുപാട് വന്ന് നിൽപ്പുണ്ട്. ചേട്ടൻ ഇപ്പൊ നമ്മളെ എങ്ങോട്ടായി കൊണ്ടുപോകുന്നതെന്നാ പറഞ്ഞ മറ്റൊരു ചാനലുകാർക്കും കാണിക്കാത്തൊരു കാഴ്ചകളിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും മറ്റുള്ളവരെ ഒന്നും കാണിക്കാത്തൊരു കാഴ്ച കാണിക്കാനാണ് കൊണ്ടുവരുന്നത്. നമ്മളെ അങ്ങോട്ട് കൊണ്ടുവന്നത് അത് കാണാത്താണ്ട് ഇതാണ് അത് കാണാൻ കഴിയുന്നത്. വെറൈറ്റി സാധനമാണ് ഇത്. അപൂർവമായിട്ട് ഈ പാടശേഖരത്തുള്ളതാണ് വെള്ളാമ്പല്. ഇത് 1-2 ചുവട് മാത്രമേ ഉള്ളൂ. ഇവിടെ വരെ വരണമെങ്കിൽ ഈ വളരെ സാഹസികതയാണ്. അതാണ് നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇപ്പം തിരക്കില്ലാത്തതുകൊണ്ട് മറ്റൊരാൾക്കും കിട്ടാത്ത എക്സ്ക്ലൂസീവ് കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അതെ, വളരെ അപൂർവമായിട്ട് 1-2 ചുവട് മാത്രമേ ഉള്ളൂ. അത് ഇവിടെ വരണമെങ്കിൽ വളരെ സാഹസികതയാണ്. ഓ ചേട്ടാ, താങ്ക് യു. ഇത്ര റിസ്ക് എടുത്ത് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. ആകെ ഒരു പൂ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അല്ലേ? ഇവിടെ 2 ചുവടേ ഉള്ളു. ഇതുപോലെ ഇത് എത്ര ഏക്കർ സ്ഥലം? 200 ഏക്കർ കൊല്ലാട് കിഴക്കുപുറം പാടശേഖരം. 200 ഏക്കറിനകത്ത് 2 വൈറ്റാമ്പലിന്റെ തയ്യേ ഉള്ളല്ലേ? 200 ഏക്കർ ആമ്പൽ പാടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അല്ലിയേട്ടനോടൊപ്പം 200 ഏക്കർ ആമ്പൽ പാടത്തിലാണ് നിൽക്കുന്നത്. എന്ത് പ്രകൃതി ഭംഗിയാണെന്ന് അറിയാം. ഇതുണ്ടോ ഈ ഒരു സാധനം ചേട്ടാ തൊടാൻ പോലും സമ്മതിക്കത്തില്ല. എങ്കിലും നമ്മളൊന്ന് തൊടുക. ഇത് കണ്ട, ഇത് കണ്ട, വളരെ റയറായിട്ട് മാത്രം ഉണ്ടാകുന്ന ആമ്പലാണ് വൈറ്റ് ആമ്പൽ എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഇത് അല്ലിയേട്ടൻ നമ്മളിവിടെ കൊണ്ട് കാണിച്ചിരിക്കുകയാണ്. ചേട്ടാ ഇനി അങ്ങോട്ട് നമ്മൾ കറങ്ങിപ്പോന്നെ? ഇനി നമ്മൾ ഇതിന്റെ കാഴ്ചകളൊന്ന് കാണാനായിട്ട് പോകാം. കാഴ്ചകളിലേക്ക് പോകാം. അറിയാനുള്ളൊരാഗ്രഹം കൊണ്ട് ചോദിക്കുക. പറഞ്ഞു ചോദിച്ചു. ചേട്ടന് എന്തുവരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ ഡിഗ്രി വരെ പഠിച്ച് ഇപ്പം ജോലിയുള്ളതാ. ഡിഗ്രിക്കാരനാണ് ഈ വള്ളം തൊഴുന്നത്? എന്നാലും ജോലിയുണ്ട്. ഏത് ഇയർ? എനിക്ക് ഇന്ത്യൻ ഓഫീസിൽ ജോലിക്കാരനാണ്. അതെനിക്ക് പറയാൻ കാര്യം എന്താണെന്നറിയാം. ഞാനിത് ചോദിക്കാൻ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ ഒരു ചാനലിൻ്റെ പേര് പോലും ഏതൊക്കെ ചാനലാണ് ചേട്ടൻ്റെ വീഡിയോ എടുത്തേ? ഇത് കേരളത്തിലുള്ള 3 ചാനലുകാരും, അതായത് ന്യൂസ് 8, റിപ്പോർട്ടർ, മാതൃഭൂമി, മനോരമ ഓൺലൈൻ ചാനല്, മലയാളം ചാനല് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ ജനം ടി വി. അപ്പോൾ ഇതൊന്നും തെറ്റാതെ ചേട്ടൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി, ചേട്ടൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നൊന്ന് ചോദിച്ചാൽ. അതിനുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ചേട്ടൻ ഇപ്പം ഏത് ഇയറാണ് ചേട്ടൻ ഡിഗ്രി പാസ്സായത്? ഡിഗ്രി 82 കാലഘട്ടത്തിൽ. 82 ഡിഗ്രി പാസ്സായ ഒരാളാണ് എൻ്റെ ഈ കൂടെ നിൽക്കുന്ന അനിലിയേട്ടൻ. ചേട്ടൻ്റെ ജോലി? ഞാൻ ഇന്ത്യൻ കോഫി ഹൗസിലാണ്. ഇന്ത്യൻ കോഫി ഹൗസിലെ കുക്കിങ്ങിലാണ്, പാൻട്രി സെക്ഷനിൽ. അതായത് ആ കാലത്ത് ഡിഗ്രി പഠിച്ച ആളാണ് എൻ്റെ കൂടെ ഇപ്പം ഈ വള്ളം തുഴയുന്നത്. ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് കേട്ടോ, അതിയായ സന്തോഷമുണ്ട്. അയ്യോ, ഇതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇത്ര ഡിഗ്രിക്കാരനൊക്കെ ഇങ്ങനെ ജനങ്ങളെ ഈ കാഴ്ചകളൊക്കെ കൊണ്ട് കാണിക്കാനായിട്ട് ഈ വള്ളമൊക്കെ തുഴഞ്ഞ് നടക്കുക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല കേട്ടോ. നിങ്ങളെ ഇത് കാണിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അത് വളരെ സന്തോഷം. നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് കേട്ടോ, നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്. അപ്പം ചേട്ടൻ്റെ കൂടെ ഈ കാഴ്ചകളൊക്കെ കാണുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു അനുഭവം തന്നെയാണ് കേട്ടോ, അടിപൊളിയാണ്. അപ്പം നമ്മൾ കൊല്ലാട് ഇങ്ങനെ വന്നപ്പോൾ പരിചയപ്പെട്ട ഒരാളാണ്. എൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് ലിൻസി. അപ്പം ഇവിടെ രാവിലെ ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു സ്ഥലത്തെ പറ്റി ആദ്യം ഒന്ന് പറയാം. സ്ഥലത്തെ പറ്റി പറയാൻ വളരെ മനോഹരമായിട്ടുണ്ട്. ഇപ്പൊ കാണുന്നുണ്ടല്ലോ നിങ്ങൾ, 200 ഏക്കറിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു 200 ഏക്കർ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആമ്പൽപ്പാടത്തിലാണ് ഞങ്ങളിപ്പോ നിൽക്കുന്നത് അല്ലേ? അതെ. സത്യം പറഞ്ഞാൽ മലരിക്കൽ ഞങ്ങൾ പോയിട്ടുണ്ട്. കാണുന്നവർക്ക് മലരിക്കലല്ല, ഇത് കോട്ടയം കൊല്ലാടാണ്. ഞങ്ങൾ ഈ വീഡിയോയുടെ ഈ സ്ഥലം നമ്മൾ ഫേമസ് ആക്കി എടുക്കുകയാണ്. ഞങ്ങൾക്കിതറിയില്ലായിരുന്നു. ഞങ്ങൾ ഇന്നലെ ഫേസ്ബുക്കിൽ കണ്ടിട്ടാണ് അനിലിയേട്ടനെ ബന്ധപ്പെട്ട് ഞങ്ങൾ ഇന്ന് ഇവിടെ രാവിലെ വന്നത്. അതെ. എന്ത് ചെയ്യുന്നു? ഞങ്ങൾ പ്രത്യേകിച്ച് ഞാൻ ഹൗസ് വൈഫാണ്. ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 2 മാസം. ചെറിയ യൂട്യൂബ് ചാനലാണ്, ലിൻസി ആൻഡ് സാം എന്നാണ് ഞങ്ങളുടെ ചാനലിന്റെ പേര്. ആ ഒരു ചാനലോട് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ, ലിൻസി ആൻഡ് സാം. ഞങ്ങളെ ഈ ചേട്ടൻ വള്ളത്തെ കയറ്റി നടക്കുകൊണ്ട് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്, വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പം എന്താ പറയുന്നത്, ഒരുപാട് ചാനലുകാർ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു, കുറേ ചാനലുകാരുണ്ടായിരുന്നു. ഞായറാഴ്ച സീരിയൽ താരങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ട്. ഞങ്ങൾ വന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു. അടിപൊളിയാണ്. അതായത് ഇവിടുത്തെ വിഷ്വൽ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ മോർണിംഗ് ഇവിടെ വരണം. അപ്പം ഇത് കൊല്ലാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം ഇതൊരു ഒരിക്കലും മലരിക്കൽ വസന്ത് ഇതുവരെയും
തുടങ്ങിയിട്ടില്ല. സ്ഥലമാണ്. കോട്ടയത്തുള്ളവരാണേലും നമ്മുടെ ഈ കോട്ടയല്ല, ഓൾ കേരള ലെവലിലുള്ള ആളുകൾ മിസ് ചെയ്യാതെ വരണം. കൊല്ലാട് എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്തേക്ക് ഇത് കുറച്ച് അകത്തോട്ട് കയറിയ ഏരിയ ആണ് അല്ലേ? അപ്പം മിസ് ചെയ്യാതെ നിങ്ങൾ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ വള്ളത്തിലൊക്കെ കയറിയല്ലേ? ഞങ്ങൾ ഇവിടെ വന്നപ്പോ തന്നെ നമ്മുടെ പാലക്കാര് കുറെ പേര് പരിചയപ്പെട്ടു. നല്ല രീതിയിൽ വളരട്ടെ എന്ന് എല്ലാ രീതിയിലുള്ള പ്രശംസകൾ അറിയിക്കുന്നു. ഞങ്ങൾ വന്നപ്പോ തന്നെ ചേട്ടനെ പരിചയപ്പെടാൻ പറ്റിയതിൽ ഞങ്ങളുടെ ഭാഗ്യം. ചേട്ടന്റെ യൂട്യൂബ് ചാനലിനെ പറ്റി അറിയാൻ പറ്റി. ഓക്കെ, താങ്ക് യു. അപ്പം എല്ലാരും നമ്മള് കൊല്ലാട് കിഴക്കുപുറം പാടശേഖരത്തേക്ക് സ്വാഗതം ചെയ്യുന്നു.